ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കി. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് കുഴിഞ്ഞു പോയി. ചിലപ്പോൾ ഓവർ മിക്സിങ് കാരണമായിരിക്കാം. പക്ഷെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ എടുത്തിട്ട് കേക്ക് സിക്കിൾസ് ഉണ്ടാക്കി. ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ കേക്കിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവട്ടെ. ഇപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മാവൊക്കെ ഉരുട്ടിയെടുക്കില്ലേ, അതുപോലെ ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവാവുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ 2 പോപ്സിക്കിൾ ചെയ്യാനുള്ള അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ബോളായിട്ട് ഉരുട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ ഒന്ന് മാറ്റി വെക്കാം. കേക്ക് ഒരു അല്പം തണുത്ത് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാൻ അതിൻ്റെ ഒരു ബാറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കാതെ വേണം നമ്മളിത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് പോപ്സിക്കിളിൻ്റെ മോൾഡിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിക്ക് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ആദ്യം ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലെയർ കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇതിന് ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് 2 എടുത്ത് വെക്കാം. ഇനി എല്ലാം വളരെ സമാധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞ് ആകെ കുളമായി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് മിക്സ് പയ്യെ സമാധാനത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ സമാധാനത്തിൽ വളരെ സമയം എടുത്തിട്ടാണ് ഇതിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേക്ക്. ഇല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് അടിയിലെ ചോക്ലേറ്റ് എല്ലാം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് കുത്തി വെക്കുന്ന സമയത്തും നമ്മൾ കേക്കിനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ആ കേക്കും പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ രണ്ടും ഞാൻ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ഒഴിച്ചു കൊടുക്കാം. കേക്ക് മോൾഡിൽ നിറയുന്ന രീതിയിൽ വെച്ച് കൊടുക്കേണ്ട. കുറച്ച് സ്ഥലം സ്പേസ് ഇട്ടതിന് ശേഷം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിലേക്ക് വെച്ചെടുക്കണം. കാരണം കേക്ക് ഇതൊന്ന് തണുത്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ ഡീമോൾഡ് ചെയ്തില്ലെങ്കിൽ ചോക്ലേറ്റ് ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം ക്ഷമയോടുകൂടി തന്നെ ഇത് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ഒഴിച്ചിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.